ഇറാൻ US ധാരണ 60 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി നടപ്പിലാക്കിയില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ധാരണയിൽ നിന്നും പിന്മാറാനുള്ള എന്തെങ്കിലും നീക്കം ഇറാൻ നടത്തിയാൽ സുഖകരമല്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് US പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. സമാധാന ധാരണയിൽ നിന്ന് വ്യതിചലിച്ചാൽ ഇറാൻ തുറമുഖങ്ങൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. I would say equal. And now we have an agreement that was signed last night, and it's 60 days. They have to make a deal. Otherwise, we will do things that won't make them happy. But I don't think it's going to get to that. I think it's going to be very good. Remember, if we do that, then all of a sudden you're not going to have the oil flowing out of the strait too quickly, because people that own billion-dollar ships don't love missiles flying over them, don't love mines all over the water. And this is going to be amazing what's happening now, because we have the greatest economy that we've ever had. We have $19.2 trillion coming into our country. ജോസിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൺ. അതായത് സമാധാനം പുലരുകയാണ് പശ്ചിമേഷ്യയിൽ, വലിയ ആശ്വാസത്തിലാണ് ലോകരാജ്യങ്ങൾ. ഇതിനിടയിലാണ് ഇറാൻ പ്രകോപനം സൃഷ്ടിക്കുമെന്ന ഒരു മുൻകൂറായി കണ്ട് അമേരിക്ക കൃത്യമായ ഒരു താക്കീത് മുന്നറിയിപ്പ് നൽകുന്നത്. എങ്ങനെയാണ് പുതിയ നീക്കങ്ങൾ ഐസൺ? രാഖി, അശ്വതി, ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് അറിയാവുന്നതാണ്, 60 ദിവസത്തിനുള്ളിൽ സമാധാന ധാരണയുടെ എല്ലാ ഘടകങ്ങളും നടപ്പാക്കണമെന്ന ഒരു നിലപാടാണ് ഈ സമാധാന ധാരണയുടെ ഭാഗമായുള്ളത്. അതിൽ ആണവ ആയുധങ്ങൾ സംബന്ധിച്ച തീരുമാനമുണ്ട്, അത്തരത്തിൽ വിവിധങ്ങളായ തീരുമാനങ്ങളുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ തീരുമാനം നിലനിൽക്കുന്ന ഒരു ധാരണയുടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. അത് അദ്ദേഹം കൃത്യമായി പറയുന്നത്, ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഈ ധാരണ ലംഘിക്കുകയോ അല്ലെങ്കിൽ ധാരണയിൽ പറഞ്ഞ വസ്തുതകൾക്ക് അല്ലെങ്കിൽ ഘടകങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്താൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. സുഖകരമല്ലാത്തൊരു നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലംഘനം, അതായത് ഈ സമാധാന ധാരണയുടെ ലംഘനം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ സ്വാഭാവികമായും നേരത്തെ ഡീൽ ചെയ്തിരുന്നത് പോലെ അതിശക്തമായ സൈനിക നടപടി പലതവണ നടത്തിയ ചരിത്രമുണ്ട് ഇറാനിൽ. അത്തരത്തിലുള്ള നീക്കം തന്നെ നടത്തുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. 47 വർഷമായി ഒരു തെറ്റ് ചെയ്തിരുന്ന രാജ്യമാണെന്ന്, അല്ലെങ്കിൽ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചിരുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഇറാനെതിരായ ഉപരോധം നീക്കിക്കൊണ്ട്, എണ്ണ വിൽപ്പനയ്ക്ക് എതിരായ ഉപരോധം നീക്കിക്കൊണ്ടുള്ളൊരു തീരുമാനവും ഈ സമാധാന ധാരണയുടെ ഭാഗമായുണ്ട്. ഹോർമൂസിലൂടെ പൂർണ്ണമായ ഗതാഗതം ഉറപ്പാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ പഴയ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നൊരു നിലപാട്. അതായത് ഇറാൻ്റെ പോർട്ടുകൾ, അതായത് ഹോർമൂസുമായി ചേർന്ന് കിടക്കുന്ന ഇറാൻ്റെ പോർട്ടുകൾ തടയുകയും അത്തരത്തിലുള്ള ഉപരോധം വീണ്ടും പുനഃസ്ഥാപിക്കുകയും ബ്ലോക്കേഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതായത് എങ്ങനെയാണോ നേരത്തെ സമാധാന ധാരണയിലെത്താൻ ഇറാനെ നിർബന്ധിതമാക്കിയത്, അതേ രീതിയിലുള്ള നിർബന്ധം, അതേ രീതിയിലുള്ള സമ്മർദ്ദം വളരെ കൃത്യമായി ഈ 60 ദിവസവും തുടരും, അല്ലെങ്കിൽ ഈ സമാധാന ധാരണ കാലഘട്ടത്തിലും തുടരുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, വളരെ വ്യക്തമാണ്. എന്തായാലും നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്ക. അതായത് കൃത്യമായ ഒരു സൂചന ട്രംപ് നൽകുന്നുണ്ട്. അതായത് ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ വെച്ച് പൊറുപ്പിക്കില്ല ഇറാനെ എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ട്രംപ് നൽകുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു എന്ന് പറയുമ്പോൾ അത് ഇറാനെയും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം മാത്രമല്ല വലിയ വിഷയം, അല്ലേ? ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ ആശ്വാസം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം ഉണ്ടായത്. പക്ഷേ സ്ഥിതി കൂടുതൽ കടുപ്പിക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്.